എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് നീറ്റ് UG 2025 പ്രവേശന പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ നീറ്റ് UG 2025 പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ നിങ്ങൾ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതാണ്. അഡ്മിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് വേണ്ട ഒരു ഡോക്യുമെൻ്റാണ്. അതായത് ഹാൾ ടിക്കറ്റ് പോലുള്ളതാണ് അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അഡ്മിറ്റ് കാർഡ് NTA.NIC.in എന്നുള്ള നീറ്റിൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾ ഈ ഒരു നീറ്റിൻ്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളത് പറയാം. NEET.NTA.NIC.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് ലേറ്റസ്റ്റ് ന്യൂസ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഡ്മിറ്റ് കാർഡ് ഫോർ നീറ്റ് UG 2025 ലൈവ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ചില സമയത്ത് ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നാൽ ജസ്റ്റ് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഏപ്രിൽ 30 ഈ ഒരു അഡ്മിറ്റ് കാർഡ് വന്നിട്ടുള്ളത്. അതായത് ഇന്നലെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നീറ്റ് UG 2025 അഡ്മിറ്റ് കാർഡ് എന്ന് ചുവപ്പ് കളറിൽ കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് നീറ്റ് UG അഡ്മിറ്റ് കാർഡ്. നീറ്റ് UG 2025 അഡ്മിറ്റ് കാർഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകുക, പാസ്വേഡ് നൽകുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് താഴെ ഒരു ക്യാപ്ച കാണാൻ പറ്റും. അത് ഇവിടെ ടൈപ്പ് ചെയ്യുക. അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല എങ്കിൽ ജസ്റ്റ് ഇവിടെ റിഫ്രഷ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വീണ്ടും ആ ഒരു പുതുതായിട്ടുള്ള ക്യാപ്ച വരും. അപ്പോൾ ആ ഒരു സമയത്ത് വീണ്ടും ക്യാപ്ചയും ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഒക്കെ കൃത്യമായിട്ട് കൊടുത്ത ശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അഡ്മിറ്റ് കാർഡ് വിദ്യാർത്ഥികൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അത് അഡ്മിറ്റ് കാർഡിൽ എന്തെങ്കിലും കാര്യങ്ങൾ ക്ലിയർ അല്ല, അതായത് ഡൗൺലോഡ് ചെയ്തത് ക്ലിയർ അല്ല എങ്കിൽ ഒരു തവണ കൂടി അതായത് വീണ്ടും ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അഡ്മിറ്റ് കാർഡിൽ നിങ്ങളുടെ എക്സാം സെൻറ്റർ എവിടെയാണ് എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. ഇനി ഒരു അഡ്മിറ്റ് കാർഡുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു സർക്കുലർ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു അഡ്മിറ്റ് കാർഡുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻസിൽ പറഞ്ഞിട്ടുള്ളത്, അതായത് ഈ ഒരു നാഷണൽ എലിജിബിലിറ്റി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വിൽ കണ്ടക്ട് ദ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് നീറ്റ് UG 2025 4 മെയ് 2025 സൺഡേ ഫ്രം 2 PM to 5 PM ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. അതായത് 2 മണി മുതൽ 5 മണി വരെ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്, അത് നീറ്റ് UG 2025 പ്രവേശന പരീക്ഷ മെയ് 4 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ നടത്താനായിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു അഡ്മിറ്റ് കാർഡ് വിദ്യാർത്ഥികൾക്ക് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ കാൻഡിഡേറ്റ് അതായത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ കാൻഡിഡേറ്റ് അഡ്വൈസ്ഡ് ടു ഗോ ത്രൂ ഇൻസ്ട്രക്ഷൻസ് കണ്ടെയ്ൻ ദർ, അതായത് ഈ ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇൻസ്ട്രക്ഷൻസും അതായത് നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പാലിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ദ ഇൻഫർമേഷൻ അബൌട്ട് അലോട്ടഡ് സെൻറ്റർ ഈസ് അവൈലബിൾ ഇൻ ദ അഡ്മിറ്റ് കാർഡ്, അതായത് നിങ്ങൾക്ക് പരീക്ഷ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ടോൾ ഫ്രീ നമ്പർ, അതായത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ടോൾ ഫ്രീ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഈ ഒരു നീറ്റ് പരീക്ഷ മെയ് 4 നടക്കുന്നത്. അതായത് ഇനി 3 ദിവസം കൂടിയുള്ളൂ പരീക്ഷയ്ക്ക്. അതായത് ഇന്ന് മെയ് 1 അപ്പോൾ ഇനി മെയ് 3 അതായത് ഇനി 2 ദിവസം കൂടിയുള്ളൂ. അപ്പോൾ ഈ ഒരു മെയ് 4 പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അത് വിദ്യാർത്ഥികൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. എന്തെങ്കിലും ക്ലിയറിറ്റി ഈ ഒരു അഡ്മിറ്റ് കാർഡിൽ കുറവുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടി ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ക്ലിയർ ആയിട്ടുള്ള അഡ്മിറ്റ് കാർഡ് കിട്ടുന്നതാണ്. അപ്പോൾ ഒരു കളർ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ ID കാർഡും അതുപോലെ തന്നെ യൂണിഫോമിൽ പാലിക്കേണ്ട കാര്യങ്ങളും ഒക്കെ അതിൽ നൽകിയിട്ടുണ്ടാകും. അതൊക്കെ കൃത്യമായിട്ട് പാലിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കേരളത്തിലെ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുള്ള അഡ്മിഷനും ഈ ഒരു
പരിഗണിക്കുന്നത് നീറ്റ് UG 2025 സ്കോറാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് ഈ ഒരു പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.